ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഏകദേശം 350 പേരൊക്കെയാണ് പരമാവധി ഈ റിപ്പോർട്ട് കാണുന്നത്. കാരണം ഞാൻ 1.5 മണിക്കൂറോളം രാവിലെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി. അത്രയധികം ഡാറ്റ കളക്ഷൻ ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. സോ ആ എഫേർട്ടിന് അനുസരിച്ചിട്ടുള്ള ഒരു വ്യൂ കൗണ്ട് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്യാവശ്യം ഷെയർ ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. സോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത്. ഞാൻ എന്തായാലും എനിക്ക് ഡാറ്റ കളക്ട് ചെയ്തേ പറ്റുള്ളൂ, കാരണം ഞാൻ ട്രേഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഡാറ്റ നിങ്ങൾ കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ നിങ്ങളും എന്നെ പോലെ തന്നെ ഓരോരുത്തരും കുത്തിയിരുന്ന് തപ്പിയെടുക്കേണ്ടി വരും. ഓരോ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു, എന്താണ്, ഓരോ കാര്യങ്ങൾ ഇതേപോലെ തപ്പിയെടുക്കേണ്ടി വരും. സോ അതുകൊണ്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. സോ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ന് 2025 ഏപ്രിൽ 25 വെള്ളിയാഴ്ചയാണ്, ഒരു വീക്കെൻഡാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ പഹൽഗാം അറ്റാക്കിൻ്റെ ബാക്കി തന്നെയാണ്. അപ്പോൾ മിലിറ്ററി ആക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദി, അതൊരു 1960 ഒരു കരാറുണ്ട്, അത് റദ്ദാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ. അതേപോലെ ഡിപ്ലോമാറ്റ്സിനെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മിലിറ്ററി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു അവരർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നിരപരാധികളെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക പ്രതികാരം തീർച്ചയായിട്ടും നമ്മൾ അത് കൊടുക്കേണ്ടത് തന്നെ അത് അർഹിക്കുന്നവരുമാണ്. സോ എന്തായാലും ഗവൺമെൻറ് അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇന്നത്തെ നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിഫ്റ്റി ഒരു ഹൈ ടച്ച് ചെയ്തിട്ട് മിനിഞ്ഞാന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അവിടുന്ന് നെഗറ്റീവ് ക്യാൻഡിൽ വന്നു. ഇന്നലെയും നെഗറ്റീവ് ക്യാൻഡിലാണ് വന്നത്, അതായത് റെഡ് ക്യാൻഡിലാണ് വന്നത് ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ. ഇന്ന് അതുപോലെ തന്നെ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ മിനിഞ്ഞാന്നത്തെ ഹൈ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകണം, അല്ലെങ്കിൽ ഇന്നലത്തെ ലോൻ്റെ താഴോട്ട് ഇറങ്ങണം. ഈ രണ്ടിലൊരു പ്രതിഭാസം ഇന്ന് സംഭവിക്കണം. ലോയിൽ നിന്ന് കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 24,190 240 എന്നുള്ളത് ഒരു വീക്കിലി ഒരു ലെവലാണ്, ഒരു സോണാണ്. സോ അതിനെ ക്രോസ് ചെയ്തു ആ ഒരു ദിവസത്തെ പവർഫുൾ ക്യാൻഡിൽ വന്നിട്ട് 3 ദിവസം മുമ്പുള്ള ക്യാൻഡിൽ നോക്കി അറിയാം, വലിയൊരു ക്യാൻഡിൽ. അപ്പോൾ ആ ക്യാൻഡിൽ വന്ന് ആ സോണിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറി എന്നിട്ട് തിരിച്ചു വന്നതിന് അതിനെ റീടെസ്റ്റ് ചെയ്യണം. 190 to 140 വരെയുള്ള ആ റേഞ്ചിലേക്ക് വന്നിട്ട് അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഫർദർ മുകളിലോട്ട് പോകണം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് അത് സംഭവിക്കേണ്ടത്. സോ അതല്ല ടെക്നിക്കൽസിനെ ബേസ് ചെയ്യാതെ ന്യൂസിനെ ബേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് സംഭവങ്ങൾ വിശേഷങ്ങൾ ഉണ്ടാവില്ല. ന്യൂസിനനുസരിച്ച് മാർക്കറ്റ് കത്തിക്കയറി പോവും. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു വാറിൻ്റെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. എല്ലാവർക്കും ഒരു പേടി വരും, കാശ് നഷ്ടപ്പെടും. അതിപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യും, അപ്പോൾ മാർക്കറ്റ് ഇടിയും, അങ്ങനെയുള്ളൊരു സംഭവം വരും. അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കയറി പോവുകയും ചെയ്യും. പക്ഷേ ടെക്നിക്കൽസിൻ്റെ ബേസിൽ ഇതുവരെയും പോയതുപോലെ പോവുകയാണെങ്കിൽ 24,190 140 എന്ന റേഞ്ചിൽ വന്ന് സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണ് വേണ്ടത്. ഇനി സപ്പോർട്ട് പൊട്ടുകയാണെങ്കിൽ 140 പൊട്ടിയാലും 24,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലുണ്ട്, അവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് ഇന്നലത്തെ ന്യൂസിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ കുറച്ചെണ്ണം നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, ടെക് മഹീന്ദ്ര, എൽ&ടി ടെക്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, സിയൻറ്റ്, IEX, കണ്ടെയ്നർ കോർപ്പറേഷൻ, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. SBI കാർഡ്സിൻ്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, 19% കുറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്, അതിപ്പം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിക്കൊള്ളാം. അതേപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ്, ഐഫോണിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊരു ന്യൂസ് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇതുവരെ അത് പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഐഫോൺ മാനുഫാക്ചറിങ്ങിൻ്റെ മെഷീൻസ് ചൈനയിലാണ് ഉള്ളത്. അവരാണത് ആ മെഷീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അതോറിറ്റീസ് പല രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷീൻസ് എക്സ്പോർട്ട് ചെയ്യാൻ ലാഗ് ചെയ്യിക്കുകയാണ്, വലിപ്പിച്ച് കൊണ്ടുപോവാണ്, എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന രീതിയിലുള്ള ന്യൂസാണ് കാണാൻ സാധിക്കുന്നത്. സോ അത് ഭയങ്കര, കാരണം അവരുടെ മെഷീൻ വെച്ച് അവർ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർ ആ മെഷീൻസ് കൊടുക്കില്ല എന്നല്ല, അത്
കമ്പനികൾ കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ അതോറിറ്റീസ് അത് ഹോൾഡ് ചെയ്ത് അതിന് പെർമിഷൻ കൊടുക്കാതെ ഹോൾഡ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് തന്നെ എത്തും. കാരണം ഒരു രാജ്യം ബ്ലോക്ക് ചെയ്തുകൊണ്ടൊന്നും മറ്റ് ഡെവലപ്മെന്റ്സ് ഒരു രാജ്യത്തിന്റെ വികസനം കുറയാനൊന്നും പോകുന്നില്ല. അവർ അടുത്ത സൊല്യൂഷൻസ് കണ്ടുപിടിക്കും, പുതിയ മെഷീനറീസ് അവർ ക്രിയേറ്റ് ചെയ്യും, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ അപ്ഡേറ്റ്സ് കാണാം. അതേപോലെ എന്താ പറയുക, ന്യൂസുകൾ ഇത്രയാണ് ഞാൻ രാവിലെ കളക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഗ്രീനാണ്, യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനാണ്, ഏഷ്യൻ മാർക്കറ്റും ഗ്രീനാണ്. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, മൊത്തം പച്ച കത്തി നിൽക്കുകയാണ്. ഏഷ്യൻ മാർക്കറ്റാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ മാർക്കറ്റാണ് ഏറ്റവും ആദ്യം ഓപ്പൺ ആവേണ്ടത്. സോ നോക്കാം, എന്തായാലും ഒരു ഗ്രീനിലുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നത് തന്നെയാണ് പ്രതീക്ഷ. അതേപോലെ ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ സ്റ്റാറ്റസ് ഇന്നലെ ക്ലോസ് ചെയ്തത് 24,246 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,513 267 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത്. ഹ്യൂജ് ആണ്, മോർ ദാൻ 1% ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ശരിക്കും പൈസ പമ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് ട്രേഡിംഗ് നടക്കുന്ന 24,529 ഓപ്പണായ സ്ഥലത്ത് നിന്ന് വീണ്ടും ഫർദർ മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. സോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി. ഇനി നമ്മൾ റിയൽ നിഫ്റ്റി എന്ത് ചെയ്യും എന്നുള്ളത് 9:15 ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതുവരെയും മാത്രമേ വെയിറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഇനി മറ്റ് കമ്മോഡിറ്റിയുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡ് ഓയിൽ 63.26 ട്രേഡിംഗ് നടക്കുന്ന പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് ആണെങ്കിൽ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലത്തേതിൽ നിന്നും $3,344 വർദ്ധിച്ചിട്ടുണ്ട്. ബിറ്റ് കോയിൻ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത് 92,779. ഇതൊക്കെ ശരിക്കും ഡോളറിലാണ്. $1,00,000 എന്ന് പറഞ്ഞാൽ നമ്മൾ 80 ലക്ഷം രൂപയുടെ മുകളിലായി. അപ്പോൾ 92 എന്ന് പറയുമ്പോൾ അത്രയധികം ലക്ഷം ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസാണിത്. ഞാൻ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട്, ആ പ്രൈസിൻ്റെ വലിപ്പം കൊണ്ടാണ് ഇതിനെ ട്രാക്ക് ചെയ്യുന്നത്. ഹ്യൂജ് നമ്പേഴ്സ്, അത് ഇന്ത്യൻ കറൻസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലൈഫ് ടൈമിൽ സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടൊക്കെ ഒറ്റ ദിവസം ഇതിനകത്ത് ഒരു ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ 2010 മുൻപുള്ള ആൾക്കാർക്കൊക്കെ, ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ബിറ്റ് കോയിൻ അവിടെ വലിയ വലിയ ഹോട്ടൽസിൽ വന്നിട്ട് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ദുബായിലുണ്ടായിരുന്നു. ഒരുപാട് അന്ന് ഒരു USB-യും എത്രയാണ് ഇതിൻ്റെ, എനിക്ക് തോന്നുന്നു $14 $15 ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള ഒരു ബിറ്റ് കോയിൻ ഇന്ന് $1,00,000 അന്നൊക്കെ ആൾക്കാർ ഒട്ടുമിക്ക നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ തന്നെ വെറുതെ ഒരു ചിരിച്ച് തള്ളുന്ന ഒരു സംഭവമായിരുന്നു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നും ഇല്ലാത്തൊരു സംഭവം, ഇതെവിടെ പൈസ കിട്ടും, $15 അന്ന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ ആ $15 അന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ USB-യും അതിൻ്റെ ആ ഒരു കോഡുണ്ട്, ആ കോഡ് നമ്മൾ ഇത്രയും കാലം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ കോടീശ്വരന്മാരായിട്ടുണ്ടാവും. എന്തായാലും അതിൻ്റെ വഴിക്ക് പോട്ടെ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതയാണത്, അല്ലെങ്കിൽ ഒരു നിക്ഷേപത്തിൻ്റെ ഒരു ശക്തിയാണത്. അത് ചെയ്തവർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് ഇന്ത്യയിൽ ബിറ്റ് കോയിൻ നിയമപ്രകാരം ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനിയിപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ പറഞ്ഞ് എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ പ്ലീസ്. ഓക്കെ, ഇന്ത്യൻ രൂപയുടെ മൂല്യം 85 രൂപ 30 പൈസയാണ് ഒരു $1 വിനിമയ നിരക്ക്. ഇനി ഗ്ലോബൽ ഈവൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഈവന്റ് ഫോറിൻ റിസർവ്സ്, ദെൻ US ഫെഡ് ബാലൻസ് ഷീറ്റ്, റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ് ബാങ്ക്സ്, IMF മീറ്റിംഗ്സ്, മിഷിഗാൻ 1 year ഇൻഫ്ലേഷൻ, മിഷിഗാൻ 5 year ഇൻഫ്ലേഷൻ, മിഷിഗാൻ കൺസ്യൂമർ എക്സ്പെക്ടേഷൻസ്, മിഷിഗാൻ കൺസ്യൂമർ സെന്റിമെന്റ്, മിഷിഗാൻ കറന്റ് കണ്ടീഷൻസ്. UK-യിലാണെങ്കിൽ GfK കൺസ്യൂമർ കോൺഫിഡൻസ്, കോർ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, കോർ റീറ്റെയിൽ സെയിൽസ്, ദെൻ റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, ദെൻ UK-യിൽ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത് മാർച്ച്. ഇത്രയും ഗ്ലോബൽ ഇവൻറ്റ്സ് ആണ്, ഗ്ലോബൽ ഡാറ്റയാണ് പുറത്തു വരാനുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു 16 ഞാൻ ലിസ്റ്റ് ചെയ്തത്. ബാക്കി ഇനി ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അതുപോലെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ VST ഇൻഡസ്ട്രീസ്, സെനോടെക്, സർല പെർഫോമൻസ്, ന്യൂഡൽഹി ടെലിവിഷൻ, നവ്കാർ കോർപ്പറേഷൻ, സസ്കാർ ടെക്നോളജീസ്, ഓറിയന്റൽ ഹോട്ടൽസ്, റൊസാരി ബയോടെക്, മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ്, ഓറിയന്റ് ഇലക്ട്രിക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, RBL ബാങ്ക്, തേജസ് നെറ്റ്വർക്ക്, സെൻസാർ ടെക്നോളജീസ്. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. ഇത് കമ്പനികളുടെ എണ്ണം ഇത് കുറവാണ്, ഇതിൽ ഒരുപാട് കൂടുതലാണ് ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ഇന്ന് റിസൾട്ട്. അതിനകത്ത് നമ്മൾ റിലയൻസ് അതുപോലെയുള്ള കമ്പനികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ വലിയ വലിയ കമ്പനീസ് ഇൻഡെക്സിൽ ഇന്ന് F&O ബാനിൽ സ്റ്റോക്കുകളൊന്നുമില്ല. ഇതിൻ്റെ കാരണം അറിയുന്നവർ
ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും എന്തുകൊണ്ട് ഇന്ന് F&O ബാനിൽ സ്റ്റോക്കുകളില്ല എന്നുള്ളത് ഒരുപാട് തവണ ഞാനത് പറഞ്ഞതാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആർക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാതെ. ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8,250 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ചെയ്തത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 534 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 7,715 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപമായിട്ട് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ സെക്ടറൽ പെർഫോമൻസിൽ നിഫ്റ്റി ബാങ്ക്, ഓട്ടോ, ഫിൻ സർവീസസ്, FMCG, IT, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി ഇത്രയും സെക്ടറുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മീഡിയ, മെറ്റൽ, ഫാർമയും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അതേപോലെ ETF-ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു, ബാങ്ക് ബീസ് നെഗറ്റീവാണ്, ഓട്ടോ ബീസ്, IT ബീസ് എല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഫാർമ ബീസും ഗോൾഡ് ബീസും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് ഗോൾഡ് ബീസ് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുക എന്നൊരു പ്രവണതയുണ്ട്. പക്ഷേ ഫാർമ ബീസ് ഇന്നലെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഫാർമ സെക്ടർ എന്തുകൊണ്ട് ഇന്നലെ പോസിറ്റീവായി എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്രയും മാർക്കറ്റ് വീക്ക് ആകുമ്പോഴും അത് സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. ഇനി വലിയ മൂവ്മെൻറ്റ്സ് കിട്ടിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ, കൺട്രി കോണ്ടോസ്, 7 ലൈഫ്, SCI ഇതൊക്കെ എനിക്ക് അറിയാത്ത സ്റ്റോക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ തപ്പിപ്പിടിച്ച് വായിക്കുന്നത് കേട്ടോ. എൽഡെക്കോ ഹൗസിംഗ്, ബ്രാൻഡ് കോൺസെപ്റ്റ്സ്, റെപ്രോ ഇന്ത്യ, GSS ഇൻഫോടെക്, മോർപെൻ ലാബ്സ് കേട്ടിട്ടുള്ള സ്റ്റോക്കാണ്. ദെൻ ബ്ലാക്ക് ബോക്സ്, യൂറോ ഇന്ത്യ ഫ്രഷ് ആയിരിക്കും. ഓക്കെ, ഇത്രയും സ്റ്റോക്കുകളാണ് ഹയസ്റ്റ് മൂവ്മെൻറ്റ് കൊടുത്തത്. അതിനകത്ത് 10%, 19% വരെ മൂവ്മെൻറ്റ് കൊടുത്ത സ്റ്റോക്കുകളുണ്ട്. ഇനി ഹയസ്റ്റ് ലോസ് ഉണ്ടാക്കി അല്ലെങ്കിൽ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായ കമ്പനികൾ നോക്കുകയാണെങ്കിൽ NACL ഇൻഡസ്ട്രീസ്, UCAL, SR ഷിപ്പിംഗ്, സിൻജിൻ ഇന്റർനാഷണൽ, മഹാലക്ഷ്മി റബ്ബർ, അഞ്ചാനി പോർട്ട്ലാൻഡ്, വാരി എനർജീസ്, പ്രഭ എനർജി, ടീമോ പ്രൊഡക്ഷൻസ്, വിജയ ഡയഗ്നോസിസ് ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായതായിരുന്നു. ദെൻ നമുക്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 31 പോയിന്റ് നഷ്ടത്തിൽ 24,246 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ചയിൽ ഇതുവരെ നിഫ്റ്റിക്ക് 297 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയിരിക്കുന്നത്. ഈ മാസത്തിൽ 905 പോയിന്റിന്റെ മുന്നേറ്റത്തിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒഴികെ ബാക്കിയെല്ലാം ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ദെൻ ഇന്നത്തേക്കുള്ള ഒരു പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.8 ആണ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 24,250 3 ലക്ഷമാണ് വന്നിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 24,250 തന്നെയാണ്, 2 ലക്ഷമാണ് വന്നിട്ടുള്ളത്. ദെൻ വിക്സ് നോക്കുകയാണെങ്കിൽ 16.25 ആണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയ ഒരു വിക്സ് തന്നെയാണ്. സ്പോട്ട് പ്രൈസ് 24,246 ക്ലോസ് ചെയ്തിട്ടുള്ളത്. CPR നോക്കുകയാണെങ്കിൽ CPR 258, 270, 212 പോയിന്റ്, 12 + 12 24 പോയിന്റിലാണ് CPR കിടക്കുന്നത്. നോ ട്രേഡ് സോണിലാണെങ്കിൽ 24,282, 262 ഇവിടെ 20 പോയിന്റിന്റെ ഒരു നോ ട്രേഡ് സോണാണ്. അപ്പോൾ 262, 282 എന്നൊരു കോമൺ വാല്യൂയുടെ ബ്രേക്ക് ഔട്ട് ലൈനും CPRന്റെ ബോട്ടം ലൈനും CPRന്റെ ടോപ്പ് CPRും നമ്മുടെ ബ്രേക്ക് ഔട്ട് ലൈനും സെയിം ആണ് വന്നിട്ടുള്ളത്. ദെൻ താഴോട്ട് നോക്കുകയാണെങ്കിൽ 258 ബോട്ടം CPR ആണ് ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് നമ്മൾ കണക്കൂട്ടേണ്ടത്. കാരണം 262ന്റെ താഴെ CPR ലൈൻ ഉണ്ട്. ഇപ്പോൾ 258ഉം 282ഉം 24 പോയിന്റിന്റെ ഒരു നോ ട്രേഡ് സോണാണ്. വളരെ ചെറിയ നോ ട്രേഡ് സോണാണ്. മാർക്കറ്റിൽ നല്ല മൂവ്മെന്റിന് എല്ലാവിധ സാധ്യതകളും തരുന്നതാണ്. പക്ഷെ മറ്റൊരു നെഗറ്റീവ് ഉള്ളത് ഇന്നലെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞതാണ്. ഇന്നലെ കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും കിട്ടിയില്ല. കുറച്ച് ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടായെങ്കിലും വലിയൊരു മൂവ്മെന്റ് ഒന്നും ഇന്നലെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അതിന്റെ പകരം മൂവ്മെന്റ് കിട്ടുമോ എന്നുള്ളത് നോക്കിക്കാണണം. സാധാരണ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു മരണ വീട് പോലെ ശാന്തമായിട്ട് മൂകമായിട്ട് പോകുന്ന ഒരവസ്ഥയാണ് കാണാറുള്ളത്. പ്രത്യേകിച്ച് വലിയ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ വളരെ സൈഡ് വൈസ് ആയി പോയിട്ട് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത്. പക്ഷേ മന്ത്ലി എക്സ്പയറി ദിവസം വലിയൊരു ഒച്ചപ്പാട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നലെ കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ന് എന്തെങ്കിലും മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ ഇന്ന് ഒരു ശാന്തമായ രീതിയിൽ മാർക്കറ്റ് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി 28,282 കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 24,451 വരെയും കയറി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ 24,258 കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 24,042 വരെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ നോക്കുക എങ്ങനെയാണ്. കാരണം ഇവിടെ ന്യൂസിന് നമ്മളൊന്ന് കാതോർക്കണം. കാരണം ഒന്ന് നമ്മുടെ ലോക്കലി ഉള്ള ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നും ശ്രദ്ധിക്കണം. കാരണം ഏതെങ്കിലും രീതിയിലൊരു എന്തെങ്കിലും ഒരു യുദ്ധം ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു വിശ്വാസം നഷ്ടപ്പെടും. മാർക്കറ്റ്
ഇടിഞ്ഞ് താഴോട്ട് പോകും, അത് ശ്രദ്ധിക്കണം. അതേപോലെ ഗ്ലോബലി ഇപ്പോൾ ഒത്തിരി ന്യൂസുകളും ഇതും വരുന്നതാണ്. ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട് ചൈനയായിട്ടുള്ള ഉടക്കുകൾ, ഇറാനും US തമ്മിലുള്ള പ്രശ്നങ്ങൾ, ചൈനയും ഇറാനും തമ്മിൽ ഒരു ടൈപ്പിലെത്തുന്നുണ്ട്. അതായത് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ തമ്മിലൊരു സഹകരണ കരാറിലെത്തുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമാണ്. റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നമാണ്. റഷ്യയും US തമ്മിൽ പ്രശ്നമാണ്. ദെൻ ഇസ്രായേലിൻ്റെ പതിവ് പോലെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ കയ്യിലുള്ള കാശ് പുറത്തോട്ട് ഇറക്കാൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അത് പിൻവലിക്കുകയും ചെയ്യും. സോ ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കുക, എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് പോവുക. ദെൻ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.